അത് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അകത്ത് കൂട് വെച്ച് ചൈതന്യത്തിൽ ഇങ്ങനെ ആ ഒരു മേലിൽ ചക്രത്തിൽ കൂട് വെച്ച് നിൽക്കുന്നു. രണ്ടാം ദിവസം ആ കിളി ഇവിടെ ഉണ്ടായിരുന്നു. വിദ്യയിൽ നിന്നും ലക്ഷ്മിയും, ലക്ഷ്മിയിൽ നിന്ന് ഭദ്രകാളിയുടെ സ്വരൂപമായിട്ട് നമ്മൾ രക്ഷിക്കുന്ന ഭാഗത്ത് മൂന്നും കൂടെ തികഞ്ഞൊരു ഭാവമാണ് മൂകാംബിക. ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു വിഷയമുണ്ട്. അത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും ഭദ്രകാളി ഹോമം, പ്രത്യഗ്രഹ ഹോമം, വാരാഹി ഹോമം ചെയ്തു വരുന്നു. ഒരുപാട് പേര് സ്വപ്നത്തിൽ ഈ ക്ഷേത്രം കണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്. അവർ ആ ഇമേജ് ആലോചിച്ച് ചുവന്ന തറയുള്ള എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ചോദിച്ച ആൾക്കാരുണ്ട്. ഈ ന്യൂയോർക്കിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ഇത് താങ്കളുടെ സ്വന്തം അമ്പലമാണല്ലോ, താങ്കൾ സ്വയമായി അഹങ്കാരം പറയാൻ പാടില്ല. ഫിനാൻഷ്യൽ ആസ്പെക്ട് പറഞ്ഞാൽ വളരെ ഐശ്വര്യമാണ്. ചില എണ്ണയ്ക്ക് ചിലപ്പോൾ 5000 രൂപയാകും. കൃത്യമായിട്ട് ഒരാൾ വിളിച്ച് സ്വാമി ഒരു ഹോമം ചെയ്യണം, 5000 അക്കൗണ്ട് ഇട്ടു, ആവശ്യത്തിന് പണം. മൊബൈല് നമുക്ക് വെച്ചിട്ട് വിദേശത്തുള്ള ഒരു ഭക്ത ആദ്യം അങ്ങേ കാണാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അതെ, സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും നമ്മളതിന് മൊബൈൽ കയറ്റാൻ പാടില്ല, ഫോട്ടോ എടുക്കരുത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഈ അമ്പലത്തിനകത്താണ്. നമ്മുടെ പലപ്പോഴും തന്ത്രത്തിൽ പറയുന്ന ഒരു സമ്പുടം എന്ന് പറയും. 2 മന്ത്രങ്ങൾ ചേർക്കുക ടു ഫാസ്റ്റ് റിസൾട്ട്. നമസ്കാരം. ഞങ്ങളിന്ന് ഒരുമിച്ചാണ് ഈ ഒരു ഇൻ്റർവ്യൂവിന് വന്നത്. പാപ്പനംകോട് മൂകാംബിക ദേവസ്ഥാനത്താണ് നമ്മൾ ഇന്നുള്ളത്. അപ്പം നമ്മളൊരു 6-6:30 ആയപ്പം അമ്പലത്തിൽ വന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള, ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട് ഡെയിലി തന്നെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലത്തിലാണ് നമ്മൾ. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. അപ്പം നമ്മൾ ഉള്ളിലോട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പാപ്പനംകോടിന് അല്പം ഉള്ളിലോട്ട് വരണം. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു എനർജി ലെവൽ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പതിവ് പോലെ ഗസ്റ്റിനെ ക്ഷണിക്കുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളാണ് ഞങ്ങളുടെ പ്രചോദനം. അതെ, നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക. പുതുതായിട്ട് കാണുന്നവർ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളാണ് അതിഥി. അദ്ദേഹത്തിൻ്റെ അടുത്താണ്, ആ ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത്. ഡോക്ടർ കൊല്ലൂർ കൃഷ്ണയ്യർ അദ്ദേഹമാണ് ഈ മൂകാംബിക സ്ഥാനത്തിൻ്റെ എല്ലാം. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. മൂകാംബിക സമ്പൂർണ്ണ അനുഗ്രഹ പ്രസാദിരസ്തു. അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹത്തോടുകൂടി ആരംഭിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യം പറഞ്ഞു വന്നു ശ്രീ മൂകാംബിക ദേവസ്ഥാനം. ചെറിയൊരു കറക്ഷൻ, നമ്മൾ വന്നിട്ട് വാരാഹി പ്രതിഷ്ഠയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെറിയൊരു മാറ്റം ശ്രീ മൂകാംബിക വാരാഹി ദേവസ്ഥാനം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ളത് മെയിൻ പ്രതിഷ്ഠ കൊല്ലൂർ മൂകാംബികയുടെ കോടിയിലൊരംശം സംശീകരിച്ച് അവിടുത്തെ പ്രചോദനമായിട്ടുള്ള മെയിൻ പ്രീസ്റ്റ്, അവിടുത്തെ മെയിൻ പൂജാരി വന്ന് പ്രതിഷ്ഠ നടത്തിയ മൂകാംബിക ക്ഷേത്രമാണ്. തീർച്ചയായിട്ടും. അപ്പം ഈ ക്ഷേത്രം എത്ര വർഷമായി? ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം? ഒരു ഭജന സമ്പ്രദായത്തിൽ കുറേ ഭജന നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ 2000 ആരംഭിക്കുന്നത്. 2000 ആരംഭിക്കുമ്പോൾ നമ്മുടെ 2000 തുടക്കത്തിൽ തന്നെ ഗായത്രി സഹസ്രനാമ ലക്ഷാർച്ചനയ്ക്ക് വേണ്ടിയുള്ള ഒരു വേദിയായിട്ടാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത്. ഗായത്രി സഹസ്രനാമ ലക്ഷാർച്ചന എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ കേരള ഉപസഭ ബ്രാഹ്മണ സഭയുടെ സഹായത്തോടുകൂടി ഒരു സംരംഭം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ എനർജി ലെവൽ മനസ്സിലാക്കിയിട്ട് ഞങ്ങളൊരു കിടാവിളക്കം വെച്ച് പ്രാർത്ഥന ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ ശനിയും ഞായറും ഭജനയും സങ്കല്പം, പിന്നെ ആൾക്കാർക്ക് കൂടിച്ചേർ സത്സംഗമായിട്ട് ദേവി മഹാത്മ്യ പാരണ, അതിൻ്റെ ക്ലാസ് ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കിടാവിളക്ക് വെച്ചിരുന്നതിൽ കംപ്ലീറ്റ് ആയിട്ട് ചെതൽ വന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഭദ്രകാളിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തുകയും പിന്നെ അതിന് ക്ഷേത്രമാക്കി മാറ്റുന്നുള്ള അദ്ദേഹത്തിൻ്റെ പണ്ഡിതൻ്റെ ഇതനുസരിച്ച് ഞങ്ങൾ ചുറ്റുപാടും വീടും ഇതൊക്കെ കൊണ്ട് ഭദ്രകാളി വയ്ക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞത് ദേവി, സാത്വികമായ ദേവി, കാളി, ലക്ഷ്മി, സരസ്വതി ഐക്യഭാത്തി വരയ്ക്കുന്ന മൂകാംബിക ദേവിയെ തന്നെ നമ്മൾ സങ്കല്പിച്ച് 2006 നമ്മൾ ക്ഷേത്രം പണിഞ്ഞ് ഇതിലോട്ട് കൊണ്ടുവരുന്നത്. ശങ്കരാചാര്യർ അമ്മയെ കൊണ്ട് കൊല്ലൂർ കൊണ്ടിരുത്തി. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ അമ്മയെ കൊണ്ട് ഇരുത്തിയ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ശങ്കരാചാര്യരായിട്ട് അത്ര ഒരു കാര്യം ഇവിടെ ഇപ്പം ഒരുപാട് പേർക്ക് അമ്മയെ കാണാനായിട്ട് മൂകാംബികയിൽ എത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ട്. സാമ്പത്തികമോ
അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളുണ്ടാവാം. പക്ഷേ ഇങ്ങനൊരു ദേവസ്ഥാനം ഉള്ള കാര്യം ഈ തിരുവനന്തപുരം നിവാസികൾക്ക് അതെ, വലിയ ധാരണ കുറവാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ പറയും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ആചാര്യനായി അങ്ങയെ നമുക്ക് കാണാവുന്നതാണ്. ശങ്കരാചാര്യരുടെ കോടി ഒരു അംശം കുറച്ച് പറയാം. അദ്ദേഹം ഒന്നും പറയാം, അത് പറയാൻ ഞാൻ അധികാരമല്ല, എനിക്ക് അധികാരമുള്ള അഭിപ്രായമല്ല. പിന്നെ ദേവിയെ ആ ഒരു ചൈതന്യം നമുക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതിഷ്ഠ വയ്ക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ഒന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കാണുന്ന ഒരു തരം കിളിയുണ്ട്, ഒരു കിളി. അത് മൂകാംബ ക്ഷേത്രത്തിൻ്റെ അകത്ത് കൂട് വെച്ച് ചൈതന്യത്തിൽ ഇങ്ങനെ ആ ഒരു മേലിൽ ചക്രത്തിൽ കൂട് വെച്ച് നിൽക്കുന്നുണ്ട്. രണ്ടാം ദിവസം ആ കിളി ഇവിടെ ഉണ്ടായിരുന്നു. അത്ര ആ ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് അനുഭവിച്ചിട്ടുള്ള ആദ്യകാലങ്ങളിൽ അവരുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ ടവറൊക്കെ ഉള്ളതുകൊണ്ട് കിളിയൊന്നുമില്ല എന്നാൽ പറയണം. അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സാന്നിധ്യം ഞങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ എഴുത്തിനെത്തിക്കോട്ടെ, ഇങ്ങനെ ചോദിച്ച് വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എല്ലാ നവരാത്രിക്കും ഉത്സവമായിട്ട് 9 ദിവസത്തേക്ക് വിശേഷ പൂജയും കാര്യങ്ങളും നടക്കുന്നുണ്ട്, പ്രദർശനം വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടുന്ന് നമ്മുടെ ഗോവിന്ദടികയും കാളിദാസഭട്ടം വന്നാണ് പ്രതിഷ്ഠ നടത്തിയത്. അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ വേറൊരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 108 പ്രാവശ്യം ചണ്ഡിയാഹോമം ചെയ്യാനായിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ടായി. പിന്നെ മാത്രമല്ല 2006 ഓഗസ്റ്റ് മാസം 16 തൊട്ട് പറയുന്നത് നിർത്താതെ തുടർച്ചയായിട്ട് ഞാൻ ഒരുപാട് യാത്രയുണ്ടെങ്കിൽ തന്നെയും ഗണപതി ഹോമം ഡെയിലി നടക്കുന്നൊരു ക്ഷേത്രമാണ്. ഡെയിലി ഗണപതി ഹോമമുണ്ട്. ഇപ്പോൾ 7000 ചില്ലുവാന നമ്പറായി. നമ്മൾ നമ്പറല്ല പറയുന്നത്, ദൈവാധീനം. നമുക്കൊരു അതിൻ്റെ സാഹചര്യം ഒത്തുവരുന്നുണ്ട്. ഇപ്പോൾ ഞാനില്ലെങ്കിലും വേറെയുള്ള ഡെപ്യൂട്ടി അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതിന് വേറെ കുലവാലായ്മ കൊണ്ട് ഒരു മുടക്കം വരാത്ത രീതിയിൽ ദേവി കാത്ത് രക്ഷിക്കുന്നു. ഒരു വിഷയമാണ് അത്. അതിൻ്റെ 12ാം വർഷം നമ്മൾ തുടങ്ങിയതിൻ്റെ 12ാം വർഷം നമ്മൾ ഗണപതി പ്രതിഷ്ഠയ്ക്ക്, അതായത് ഒരു വ്യാഴവട്ടം എന്ന് പറയും, ഗണപതി പ്രതിഷ്ഠ വന്നു. ഗണപതി പ്രതിഷ്ഠ വിശേഷപ്പെട്ട ഗണപതി. നമ്മുടെ ഇവിടെ മൂലമന്ത്രം തന്നെ ജഗന്മോഹന ഗണപതിയാണ് സങ്കല്പം. ആ പ്രതിഷ്ഠാ രീതിയിൽ 12 കൈയോടുകൂടി ലക്ഷ്മിയോടുകൂടി സ്വർണ്ണഘടം ത്രിനേത്രം ധൃതാബ്ജാലിംഗപുത്രം ലക്ഷ്മീ ഗണേശം കനകാവമീട എന്നുള്ള ഭാവത്തിൽ ജഗന്മോഹൻ ഗണപതി ഇവിടെ ഉണ്ട്. അപ്പോൾ ഗണപതിക്ക്, നമ്മുടെ തന്ത്രിക്ക് തന്നെ വളരെ വളരെ സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മുടെ കൊട്ടാരക്കര ഗണപതി കോവിലിൽ മേൽശാന്തിയായിട്ട് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത വർഷം അവിടെ നിന്ന് ഇറങ്ങി, ഒരു വർഷത്തെ പീരീഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ആദ്യം ഞങ്ങളെ വിളിച്ച് പറയാണ് ഇവിടെ നിന്ന് ഗണപതി പ്രതിഷ്ഠയ്ക്ക് വരണം. പുള്ളിക്ക് ഇതുപോലൊരു സന്തോഷം വേറൊന്നുമില്ല. പുള്ളി വന്നു ഗണപതി പ്രതിഷ്ഠ ചെയ്തു തന്നു. അപ്പം അങ്ങനത്തെ വിശേഷപ്പെട്ട ഒരുപാട് ജനങ്ങൾക്ക് ഇതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ 2000 ഞങ്ങളുടെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, hindupurohit.in. ഇപ്പം നമുക്ക് ഓരോ അമ്പലങ്ങളിലും ദേവിയുടെ പ്രതിഷ്ഠ പല രീതിയിലായിരിക്കും. ശാന്തസ്വരൂപമുള്ള ദേവിയായിരിക്കും, വയലൻസ് ആയിട്ട് ഉള്ളൊരു ദേവിയായിരിക്കും. അപ്പം നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠ എങ്ങനെയുള്ള ഒരു ദേവിയാണ്? അങ്ങനെ പ്രതിഷ്ഠ ദേവി സാത്വിക സ്വരൂപമാണ്, അതിൽ മാറ്റമൊന്നുമില്ല. മൂകാംബിക സന്നിധാനം എന്ന് പറഞ്ഞാൽ കാളി, ലക്ഷ്മി, സരസ്വതി. അപ്പോൾ അതിൽ വേറൊരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വയാർജിതമായ വിദ്യ അല്ലെങ്കിൽ ഉള്ള കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ലക്ഷ്മിയായിട്ട് അതിനെ കൺവെർട്ട് ചെയ്യുന്നത് ജോലിക്ക് പോകുമ്പോഴാണ്. എന്ത് തരത്തിലുള്ള ജോലിയായാലും. അപ്പോൾ വിദ്യയെ നമ്മൾ ലക്ഷ്മിയായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ്. ഈ ലക്ഷ്മിയെയും വിദ്യയെയും കാത്തു സൂക്ഷിക്കുന്നവളാണ് ഭദ്രകാളി. ഭദ്രം ധ്യായേതു ഭദ്രകാളി, ഭദ്രത്തെ തരുന്നവളാണ് ഭദ്രകാളി. പേടിക്കാനുള്ള വിഷയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭദ്രകാളി സ്വരൂപവും ലക്ഷ്മി സ്വരൂപവും ദേവി സ്വരൂപവും കാളി, ലക്ഷ്മി, സരസ്വതി പറയുന്നുണ്ടെങ്കിലും വിദ്യയിൽ നിന്ന് ലക്ഷ്മിയും ലക്ഷ്മിയിൽ നിന്ന് ഭദ്രകാളിയുടെ സ്വരൂപമായിട്ട് നമ്മൾ രക്ഷിക്കുന്ന മൂന്നും കൂടെ തികഞ്ഞൊരു ഭാവമാണ് മൂകാംബിക. ഇപ്പം അങ്ങ് നേരെ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ ഗണപതി പ്രതിഷ്ഠയുടെ കുറച്ച് കാര്യങ്ങൾ, അപ്പം അഭിഷേകം നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൽ ഇപ്പം ഗണപതി പ്രതിഷ്ഠ വെച്ചു. ഈ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്താണ്? ഗണപതി പ്രതിഷ്ഠ ഞാൻ പറഞ്ഞത് ജഗന്മോഹന ഗണപതിയായിട്ടാണ് സങ്കല്പം. ജഗന്മോഹന ഗണപതി സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കൈയോടുകൂടി വിശേഷപ്പെട്ട ഗണപതി. നമ്മൾ ഒറ്റക്കല്ലിൽ ചെയ്ത് കെട്ടിയ, നമ്മൾ ചെയ്തെടുപ്പിച്ചതാണ്. കൃഷ്ണശിലയിൽ മയിലാടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യിപ്പിച്ച് എടുത്ത ഒരു വിഗ്രഹമാണ്. അപ്പോൾ നമ്മൾ തന്നെ സങ്കല്പത്തിൽ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് സങ്കല്പം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവിയെ ഇടതയിൽ ദേവിയെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ലക്ഷ്മി ദേവിയെ ചേർത്ത് വെച്ചപ്പോൾ ഒരു ഫിനാൻഷ്യൽ സക്സസ് അല്ലെങ്കിൽ ദേവിക്ക് നമ്മൾ പലപ്പോഴും ഞങ്ങൾ അനുഭവവേദ്യമായ കാര്യം വെച്ചാൽ ഒരു അഭിഷേകം സങ്കല്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉദ്ദിഷ്ടകാര്യം. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളിവിടെ ഓൺലൈനിൽ വന്നിട്ട് ഒരുപാട് പറയുന്നത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു വിഷയമുണ്ട്. അത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും ഭദ്രകാളി ഹോമം, പ്രത്യങ്കര ഹോമം, വാരാഹി ഹോമം ചെയ്തു വരുന്നുണ്ട്. വാരാഹിയും
പ്രതിഷ്ഠയായിട്ട് കഴിഞ്ഞ മാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് വാരാഹി എന്ന് പറഞ്ഞ് ഞാൻ പേര് മാറ്റി പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. വാരാഹി പ്രതിഷ്ഠയുണ്ട്, പ്രത്യംഗിരാ ദേവി ഉണ്ട്. ഇപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ട്. പിന്നെ അമാവാസ്യ വെള്ളിയാഴ്ചകളിലും പ്രത്യംഗരയും ഭദ്രകാളിയും വാരാഹിയും ഹോമമായിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ഗുണഭോക്താക്കളുണ്ട്, രക്ഷപ്പെട്ട് ഒരുപാട് ഫാമിലി. ഇന്ത്യയിൽ നിന്നല്ല, മലേഷ്യ, സിംഗപ്പൂർ, USA, നമ്മളെ ജർമ്മനി, UK, പിന്നെ ഒരുപാട് വൈഡായിട്ട്. അതായത് നമ്മുടെ സൈറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേർക്ക് ഇത് അറിയാതുള്ളൂ. ബാക്കി ഇത് വേൾഡ് വൈഡായിട്ട് ഒരുപാട് പേര് സ്വപ്നത്തിൽ ഈ ക്ഷേത്രം കണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്. സെർച്ച് ചെയ്ത് അവർ ആ ഇമേജ് ആലോചിച്ച് ചുവന്ന തറയുള്ള എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ചോദിച്ച ആൾക്കാരുണ്ട്. ഈ ന്യൂയോർക്കിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ മകൾക്ക് ഇപ്പോൾ 12 വയസ്സായി. അപ്പോൾ അത്രയും നല്ല അനുഭവം കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ വാരാഹി പ്രതിഷ്ഠയെ പറഞ്ഞു, ഈ വാരാഹി ദേവിയുടെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത? ഇവിടെ പ്രതിഷ്ഠ കാമ്യാർത്ഥ സിദ്ധ്യർത്ഥമാണ് ദേവി. ദേവി എന്ന് പറഞ്ഞാൽ സാത്വികമായ ദേവതയുടെ ഏറ്റവും ഉന്നത ഭാവമാണ്. പെട്ടെന്ന് എല്ലാവരും പേടിക്കുമെങ്കിലും ദേവി വാരാഹിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേവി ഷീസ് ദ ചാരിയറ്റ് ലീഡർ ഫോർ ലളിതാ ത്രിപുര സുന്ദരി. ലളിതാ ത്രിപുര സുന്ദരിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളെ ദേവി ഇരിക്കുന്നത് 12 യോജന വിസ്തീർണത്തിലുള്ള കോട്ടയ്ക്കകത്ത് ശിവപര്യങ്ക നിലയാണ്. ശിവൻ വന്നിട്ട് പലകയായിട്ട് ശിവൻ നിൽക്കുന്ന, ശിവന്റെ മുകളിലിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയായ ഭാവത്തിലാണ് പഞ്ചാമരം വീശുന്നത് ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും മഹാവിഷ്ണുവും എല്ലാവരും ഉള്ള അത്രയും ദേവതന്മാരും കൂടെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ദേവി ഇരിക്കുന്നത്. ആ ദേവിയുടെ സാരഥിയാണ് വാരാഹി എന്ന് വരുമ്പോൾ വാരാഹിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, നശിപ്പിച്ചു പോകുന്ന കാര്യങ്ങളെ തിരിച്ചെടുത്ത് തരുന്ന, അതായത് ബോർഹെഡ്, നമ്മൾ വാരാഹി എന്ന് പറഞ്ഞാൽ തന്നെ പന്നിമുഖത്തോടു കൂടിയ ദേവിയാണ്. ആ ദേവിയെ താഴെ നിന്നും ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഭാവമാണ് വാരാഹി. അപ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അമ്മ കൈപിടിച്ചുയർത്തി വരും. ഇത് താങ്കളുടെ സ്വന്തം അമ്പലമാണല്ലോ, താങ്കൾ സ്വയമായി അഹങ്കാരം പറയാൻ പാടില്ല. സത്യം, നമ്മൾ ഒരുപാട് പേരുടെ സഹായത്തോടെ കെട്ടിയ ക്ഷേത്രമാണ്. പിന്നെ ഞാൻ എൻ്റെ വൈഫിൻ്റെ അമ്മ സരോജാമ്പാൾ AGS ഓഫീസ് റിട്ടയർഡായി. പിന്നെ കംപ്ലീറ്റ് ഡിവോട്ടഡ് ടു ദിസ് ദേവി മഹാത്മ്യ പാരായണത്തിന് ഒരുപാട് പേരെ തയ്യാറാക്കി. ഒരുപാട് പേര് 100-150 പേർക്ക് ദേവി മഹാത്മ്യ പാരായണം ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം തന്നെ. പിന്നെ ഭാഗവത പാരായണം എല്ലാ ചൊവ്വയും വെള്ളിയും ഒരു ഗ്രൂപ്പ് ആൾക്കാരെ വന്ന് ലളിതാസഹസ്രനാമ പാരായണം ചെയ്യുന്ന അമ്മയുടെ തന്നെ. പിന്നെ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ ഒന്നും തനിയെന്ന് പറഞ്ഞാൽ അഹങ്കാരം പറയാൻ പാടില്ല. പക്ഷേ ദേവി ഒരുപാട് സഹായിച്ചു. ഓരോ നിമിഷത്തിലും നമ്മൾ ഇവിടുത്തെ ഫിനാൻഷ്യൽ ആസ്പെക്ട് പറഞ്ഞാൽ വളരെ ഐശ്വര്യമാണ്. വെച്ചാൽ എണ്ണയ്ക്ക് ചിലപ്പോൾ 5000 രൂപയാവും. കൃത്യമായിട്ട് ഒരാൾ വിളിച്ച് സ്വാമി ഒരു ഹോമം ചെയ്യണം, 5000 രൂപ അക്കൗണ്ട് ഇട്ടിരുന്നു, ആവശ്യത്തിന് പണം. പഴയ മണപ്പുറത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പോലെയാണ്. ഞങ്ങൾ പലപ്പോഴും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പണം കിട്ടിയിരിക്കും. എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാടൊന്നും ഇല്ലാത്ത രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് അമ്മയുടെ അനുഗ്രഹം ഓരോ നിമിഷത്തിലും. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ എൻ്റെ ഇത് തന്നെ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഈച്ച് ആൻഡ് എവരി ബ്രത്ത് സമർപ്പണം ടു അമ്മ. ഈ എടുത്ത് പറയത്തക്ക എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ട്? അതായത് ദേവി ഇവിടെ കൊണ്ടുവരണതൊരു, നമ്മൾ ചിലർ പറയും ഇങ്ങനെ എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായി, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു. ഇപ്പം അങ്ങയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവം എടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇത് വളരെ രഹസ്യാത്മകമായിട്ട് സൂക്ഷിക്കുന്ന കാര്യമാണ്, പബ്ലിക്കിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിച്ചുകൊണ്ട് പറയണം. അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മൂകാംബിക സങ്കല്പം തന്നെ കുടജാതിൽ വെച്ചിട്ടാണ്. അവിടെ ചിത്രമൂലയിൽ സത്യം പറഞ്ഞാൽ ഒരു അമ്മ ഇതുപോലെ ഒരു പൗർണമി ദിവസം മുകളിൽ കയറി അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഒരു ഗ്രൂപ്പ് ആൾക്കാർ, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട്. അപ്പോൾ അവിടുത്തെ ഒരു അനുഭവം, ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് നമ്മുടെ ദേവിയുടെ ഉണ്ടായിട്ട് ചിത്രമൂലയിൽ ശങ്കരാചാര്യ പറഞ്ഞ പോലെ ശങ്കരാചാര്യർ ദേവിയെ കൊണ്ടുവച്ച് അതേ സ്ഥലത്ത് വെച്ചാണ് ഒരു വിഷ്വൽ ദർശനം വരികയാണ്. ദേവിയുടെ ഒരു ഇരിക്കുന്ന സ്ഥലം, ദേവി ഇരിക്കുന്ന സ്ഥലം. അപ്പം അത് ഞങ്ങൾ വിഗ്രഹം നേരത്തെ വന്നു. ചില അമ്പലം വന്നിട്ടാണ് വിഗ്രഹം വരുന്നത്. അമ്പലം വന്നിട്ട് നമ്മൾ വിഗ്രഹം വന്ന് നമ്മൾ ചണ്ഡീഹോമത്തിന് വേണ്ടി പഞ്ചലോകത്തിൽ ചെയ്യിപ്പിച്ച വിഗ്രഹമാണ് കൊണ്ടുവച്ചപ്പോൾ ഇരിക്കണം. എങ്ങനെ നമ്മൾ സങ്കല്പത്തിന് അപ്പോൾ ഇരിക്കാനായിട്ടൊരു ഗർഭഗൃഹം എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ പുള്ളി ചെയ്തത് വലിയൊരു അമ്പലമാക്കി അങ്ങ് നമ്മുടെ സ്ഥപതി അങ്ങനെ ആക്കി തന്നു. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കോവിഡ് സമയത്താണ് കുറച്ചുകൂടെ നമ്മൾ വെർച്വലി കണക്റ്റഡ് ആയത്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിക്കോട്ടെ, കുട്ടികൾ വീട്ടിലിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. പക്ഷേ അധികം ഒന്നും കേൾക്കാത്ത കാര്യമാണ് വെർച്വൽ പൂജ എന്ന് പറയുന്നത്. അപ്പം അങ്ങ് എങ്ങനെയാണ് ഈ വെർച്വൽ പൂജയിലേക്ക് വരുന്നത്? ഇപ്പം ലോകമെമ്പാടുള്ള ആൾക്കാരായിട്ട് കണക്റ്റഡ് ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിലേക്കുള്ള ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? 1997-98 കാലത്ത് GPS എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയില്ല. പക്ഷേ ആ സമയത്ത് ജിയോഗ്രഫിക്കൽ പൊസിഷൻ സിസ്റ്റം വെച്ചിട്ട്
സോഫ്റ്റ്വെയർ ചെയ്ത് നമ്മുടെ പഞ്ചായത്തിനൊക്കെ ഇൻ്റർലിങ്ക് ചെയ്തൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, ജിയോ മാപ്പ് വെച്ചിട്ട്. അപ്പോൾ അന്ന് വന്ന് ഐക്കണോസിൻ്റെ മാപ്പൊക്കെ എടുത്തിട്ട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന സംഭവമായിരുന്നു. പക്ഷെ അതൊക്കെ ആ സമയത്താണ് ഈ ജിയോഗ്രഫിക്കൽ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ കയറിയിട്ടാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഓടി നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിയാവുന്ന കാര്യവും ഇതും കൂടെ ഒന്ന് കണക്ട് ചെയ്തു. നമ്മുടെ പലപ്പോഴും തന്ത്രത്തിൽ പറയുന്ന ഒരു സമ്പുടം എന്ന് പറയും, 2 മന്ത്രങ്ങൾ ചേർക്കുക ടു ഫാസ്റ്റ് റിസൾട്ട്. അതുപോലെ ആൾക്കാർക്ക് അവിടെ എത്തിക്കുക സംഭവം. അപ്പോൾ അവർക്കിവിടെ വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പോലും നമ്മൾ മുൻപേ പറക്കുന്ന പക്ഷികളെന്ന് പറഞ്ഞ പോലെ കൊറോണ സമയത്ത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായി. പക്ഷേ ഞങ്ങൾ 2000 തന്നെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10 മില്യൺ വ്യൂസ് ഉള്ള ഒരു സൈറ്റാണ് അന്ന് തന്നെ. മാത്രമല്ല ഒരാളുടെ ചെറിയൊരു ചോദ്യം, നമുക്ക് വളരെ അറിയാവുന്ന കുട്ടിയാണ്, അദ്ദേഹം വലിയ ആസ്ട്രോളജറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മകളുടെ ചോദിച്ചു, ഗണപതിയുടെ മൂലമന്ത്രം അറിയാമോളെ? അയ്യോ മാമ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഒരു മന്ത്രം എന്ന് പറഞ്ഞ് ഗണപതി നമ്മുടെ ബേസിക് ആയിട്ടുള്ള മന്ത്രങ്ങളെല്ലാം കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അതങ്ങനെ ഒരു മൊമെൻറ്റം പോലെ ആയിട്ട് ഇന്ന് 1800 വീഡിയോ ക്ലിപ്സ് സൈറ്റിലുണ്ട്. പിന്നെ ഡെയിലി പഞ്ചാംഗം ഇപ്പോൾ വീഡിയോ ക്ലിപ്പായിട്ട് ഇടുന്നത്, ഡെയിലി പഞ്ചാംഗം. ഇപ്പോൾ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ഇന്നത്തെ തിഥി എന്താണ്, അതിൽ ഓഡിയോയും വീഡിയോ ആക്കിയിട്ട് ഇവിടുത്തെ ദേവിയുടെ ഫോട്ടോ, ഇന്ന് ചെയ്യുന്ന ഫോട്ടോ നാളെ അപ്ലോഡ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. എന്തായാലും ഒരു വെർച്വൽ കൂടുതൽ ഡിജിറ്റലി ആണ്. ആൾക്കാർക്ക് കുറച്ച് എത്തുന്നുണ്ട്, റീച്ച് ആവുന്നുണ്ട് പറഞ്ഞാൽ അവർക്കത് കാണുമ്പോൾ രാവിലെ തൊഴുത്തിട്ട് രാവിലെ കണ്ടിട്ടൊന്ന് അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേര് പറയാറുണ്ട്. തീർച്ചയായിട്ടും വെരി ആസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു വൈബ്രൻറ്റ് അവർ പലപ്പോഴും ഫീൽ ചെയ്യുന്നു. പല എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം തോന്നിയെന്ന് പറയാം. ഇവിടെ ഈ മൊബൈൽ നമുക്ക് വച്ചിട്ട് ഇപ്പം വിദേശത്തുള്ള ഒരു ഭക്ത ആദ്യം അങ്ങേ കാണാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. തൊഴുതു, വലം വയ്ക്കുന്നു, അമ്മയോട് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞോളൂ. അപ്പം തിരുമേനി മൊബൈൽ ഒടിച്ച് ദേവിയുടെ നേരെ നടയിരിക്കുക. അതെ, സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും നമ്മളതിന് മൊബൈൽ കയറ്റാൻ പാടില്ല, ഫോട്ടോ എടുക്കരുത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഈ അമ്പലത്തിനകത്താണ്, തിരുനടയിൽ എവിടെയാണ്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് അങ്ങനെ ഒരു സിസ്റ്റം? അത് കേരള ആചാരപ്രകാരം നമ്മൾ ഷഡാധാരം വെച്ചുള്ള പ്രതിഷ്ഠയാണ് ഉള്ളത്. ആ സമയത്ത് അവിടുത്തെ ആ എനർജി ലെവലിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇതിന് ഒരുപാട് എനർജി ലെവൽ ഉണ്ടാകുന്നുണ്ട്, നെഗറ്റീവ് പോസിറ്റീവ്. ഒരു എനർജി ലെവൽ ഇലക്ട്രോണിക് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആകും നമ്മുടെ മൊബൈൽ വയ്ക്കുമ്പോൾ, തീർച്ചയായിട്ടും. അതിൽ സംശയം, നമ്മൾ ബ്ലൂടൂത്ത് വെച്ചാൽ ക്യാൻസർ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് റീച്ച്, അതാണ് ഞാൻ ഇപ്പോൾ ഒരാൾ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ദേവിയെ കണ്ട് അവർക്ക് നേരിട്ട് സങ്കടം, ഇപ്പം എൻ്റെ അടുത്ത് പറയുന്നത് പോലെ അല്ലല്ലോ ദേവിയുടെ പറയുന്നത്, നേരിട്ട് പറയാനായിട്ടുള്ള സാഹചര്യം അവർക്ക് ഒരു മിനിറ്റ് ജീവിതത്തിൽ പിറന്നാളിനൊന്നും അയ്യോ സ്വന്തം അമ്മയെ കണ്ട് നമസ്കരിക്കുന്നത് പോലെ തന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് ദേവിയെ കാണുക, നമ്മൾ വലം വയ്ക്കുക, വിർച്വൽ പ്രദക്ഷിണം തന്നെ പറയാം, വിർച്വൽ പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അവർക്ക് അതിനുണ്ടാകുന്ന ആ ഒരു തൃപ്തി, അതിൽ പരം ആനന്ദം ഒന്നുമില്ല. ഇപ്പം ഞാൻ പലപ്പോഴും മലേഷ്യ, സിംഗപ്പൂരിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ വീഡിയോയ്ക്കൊന്നും ഒരു പ്രശ്നം, അവിടുത്തെ ദേവി ജനിക്കുന്ന ഒരു പ്രശ്നം നന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ സിംഗപ്പൂരിൽ വീരകാളിയമ്മൻ ക്ഷേത്രം, എന്തൊരു എനർജിയിലാണെന്ന് അറിയാം, എന്തൊരു വീരകാളിയമ്മൻ ദേവീക്ഷേത്രം, ലിറ്റിൽ ഇന്ത്യ എന്ന സ്ഥലത്തിരിക്കുന്ന വിശേഷപ്പെട്ട ക്ഷേത്രമാണ്. അവിടെയൊക്കെ എന്തുമാത്രം എനർജി ലെവൽ. അപ്പോൾ ഒരു വീഡിയോ വെച്ചുകൊണ്ട്, അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് ദേവിയുടെ ചൈതന്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്.